പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നരസിംഹ വക്കീൽ പറയുന്നുണ്ട്, ഇനി ഈ കാര്യം അധികം വെച്ച് താമസിപ്പിക്കൊന്നും വേണ്ടെന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഈ വരുന്ന ചിങ്ങത്തിൽ തന്നെ നന്ദുവിന്റെയും നവീന്റെയും കല്യാണം നടത്തണം. എൻ്റെ മോൻ വരുന്ന സമയത്ത് തന്നെ ഈ കല്യാണം നടത്തണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ മുഹൂർത്തവും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയല്ലോ. ഇത് കേട്ട നന്ദുവിൻ്റെ തലച്ചോറിലൂടെ 1000 ഇടിമിന്നലങ്ങ് കടന്നുപോയി. അവളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി അവൾക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട സ്ഥിതിക്കോ അവൾ മനസ്സിലിങ്ങനെ ആവർത്തിച്ചു. തനിക്ക് നവീനെ ഇഷ്ടമല്ലെന്ന് എത്ര തവണ താൻ ആഗ്രഹിച്ചതാണ്. എന്നിട്ടും ഇവർ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്? പത്മവും അല്പം ഗൗരവത്തിൽ തന്നെ ഇടപെട്ടു. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ജാതകമൊക്കെ ചേരുമെന്നോ എനിക്ക് നോക്കണ്ടേ? അതാണല്ലോ അതിൻ്റെ ഒരു രീതി. അതെ, ജാതകമൊക്കെ ചേരുമോ എന്ന് നോക്കണം. നരസിംഹ വക്കീലും അത് ശരിവെച്ചു. ഉടനെ തന്നെ കനക തിടുക്കത്തിൽ പറഞ്ഞു, അതൊക്കെ ഞാൻ നേരത്തെ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. നവീൻ മോൻ വന്ന് ഇവിടെ ആലോചനയുമായിട്ട് വന്നപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയതാ. ജാതകം പക്കായിട്ട് എന്നെ ചേരുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഒരക്ഷരം മിണ്ടാനാവാതെ ഒരു ശില പോലെ ഇങ്ങനെ നിൽക്കുമായിരുന്നു നന്ദുവിനെ കണ്ട് നരസിംഹ വക്കീൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല മോളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്താ ഒരു നാണം? നന്ദു പെട്ടെന്ന് തന്നെ ഞെട്ടി ഉണർന്നു. വരണ്ട ചുണ്ടോടെ നനച്ചുകൊണ്ട് തന്നെ അവൾ പണിപ്പെട്ട് പറഞ്ഞു, ഏയ് ഒന്നുമില്ല. അവളുടെ വെപ്രാളം കണ്ട് കനകദുർഗ വേഗം ഇടപെട്ടു. അത് പിന്നെ അവൾക്ക് പെട്ടെന്നൊരു ഷോക്കായിരിക്കും. അവൾ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ലല്ലോ ഇങ്ങനെ നവീമോൻ്റെയും മുത്തശ്ശൻ്റെയും അമ്മയൊക്കെ ഇങ്ങോട്ടേക്ക് വരുമെന്ന്. അതിൻ്റെ ഒരു അമ്പരപ്പ അവൾക്ക്. കനകദുർഗ വളരെ വിദഗ്ധമായി തന്നെ ആ ഒരു സാഹചര്യം അങ്ങ് കൈയിൽ ചേർത്തു. ഒടുവിൽ ചായ കുടി കഴിഞ്ഞ് അവർ ഇറങ്ങാൻ നേരെ കനകദുർഗയും ഗോവിന്ദനും മുറ്റത്തോളം ചെന്ന് അവരെ യാത്രയാക്കി. കാറ് ഗേറ്റ് കടന്നു പോയപ്പോൾ കനകദുർഗയുടെ സന്തോഷം അങ്ങ് അണ പൊട്ടിയൊഴുകി. സ്വീകരണ മുറിയിലേക്ക് തിരികെ കയറിയ കനകദുർഗ ഗോവിന്ദന്റെ നേരെ തിരിഞ്ഞു. അവരുടെ കണ്ണിൽ എന്തെന്നില്ലാത്തൊരാവേശമായിരുന്നു. എന്നാലും എൻ്റെ ഗോവിന്ദേട്ടാ, ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്ര പെട്ടെന്ന് തന്നെ ആ പത്മം കല്യാണത്തിന് സമ്മതിക്കുമെന്ന്. അന്ന് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോൾ എന്നൊന്നും മൈൻഡ് പോലും ചെയ്യാത്ത ആളാ പത്മം. പക്ഷേ ഇപ്പം കണ്ടില്ലേ, നേരിട്ട് എന്നെ വീട്ടിലേക്ക് വന്ന് കല്യാണം ഉറപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. കനകദുർഗ ആവേശത്തോടെ പറഞ്ഞു. ഗോവിന്ദനും അത് ശരിവെച്ചു. അത് പിന്നെ നവീൻ മോനെ നമ്മുടെ നന്ദുവിനെ മാത്രം മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കാണും. അതുകൊണ്ടായിരിക്കും അവർ സമ്മതിച്ചത്. അതെ അതെ, എൻ്റെ നന്നൂട്ടിൻ്റെ ഭാഗ്യം ഇതൊക്കെ. അതുകൊണ്ട് ഇത്രയും നല്ലൊരു ആലോചന അവളെ തേടിയെത്തിയത് അതുകൊണ്ടല്ലേ? കനകദുർഗ തിരിഞ്ഞ് നന്ദുവിനെ നോക്കി. എന്നാൽ നന്ദുവിൻ്റെ മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിരുന്നു. എന്താ നന്ദുട്ടാ നിന്റെ മുഖത്തൊരു സന്തോഷവുമില്ലാത്ത? ഇത്രയും നല്ലൊരു ആലോചന വന്നിട്ടു നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് കനകദുർഗ ചോദിച്ചു. നന്ദു ഒരു നിമിഷം അമ്മയെ നോക്കി. അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അമ്മേ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ എനിക്കൊരു കല്യാണം വേണ്ടായെന്ന്. കനകദുർഗയുടെ മുഖത്ത് ചിരി പെട്ടെന്നങ്ങ് മാഞ്ഞു. അവിടെ ദേഷ്യം നിറഞ്ഞു. ദേ മിണ്ടി പോവരുത് നീ. അങ്ങോട്ടേക്ക് നോക്കാത്ത ആ ലക്ഷണമൊക്കെ ഒരു മഹാലക്ഷ്മിയാണ് നിന്റെ തലവരെ ഇങ്ങനെ മാറ്റിവെച്ച് ഈ പടി കയറി വന്നിരിക്കുന്നത്. അതിനെ കാലുകൊണ്ട് തൊഴിച്ച് പുറത്താക്കാൻ നോക്കിയാലുണ്ടല്ലോ, മേലെ ഈ വാക്ക് നീ നിന്റെ വായിൽ നിന്ന് വീണു പോകരുത്. കനകദുർഗ ചൂടായി. ഇനിയിപ്പോൾ നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി നിൽക്കാനൊന്നും ഞങ്ങൾക്ക് സൗകര്യമില്ല. നവീനെ പോലൊരു ചെറുപ്പക്കാരനെ ഇന്നത്തെ കാലത്ത് കണി കാണാൻ പോലും കിട്ടത്തില്ല. ഈ വരുന്ന ചിങ്ങത്തിൽ തന്നെ കല്യാണം നടത്തും. ഇനിയിപ്പോൾ തീയതി മുഹൂർത്തമൊക്കെ നോക്കിയാൽ മാത്രം മതി. പോയി അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങണം. ഞാൻ പോയി ആദർശനെ നയനയൊക്കെ വിളിച്ചു പറയട്ടെ. കനകദുർഗ സന്തോഷത്തോടെ ഫോണെടുത്ത് അകത്തേക്ക് പോയി. ഗോവിന്ദനും അങ്ങനെ അവിടെ പിന്തുടർന്നു. നന്ദുവിനെ അവിടെ നിന്നങ്ങ് പൊട്ടിക്കരയണമെന്ന് തോന്നി. അവളുടെ നെഞ്ച് വല്ലാതെ വിങ്ങുന്നുണ്ടായിരുന്നു. എല്ലാ പ്രതീക്ഷകളും തൻ്റെ കൺമുന്നിൽ വെച്ച് എരിഞ്ഞടക്കപ്പെടുന്നത് പോലെ അവൾക്ക് തോന്നി. ഇനി എന്ത് ചെയ്യും? ആരെ തന്നെ സഹായിക്കും? അവൾ വേഗം തന്നെ തൻ്റെ മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. കട്ടിലേക്ക് വീണ് അവൾ അങ്ങ് വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഫോണെടുത്ത് അനിയെ വിളിച്ചു. മറുതലക്കൽ കോൾ എടുത്തപ്പോൾ നന്ദു കിതച്ചുകൊണ്ട് പറഞ്ഞു, അനി, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണം. നീ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരില്ലേ? ഇതേ സമയം നരസിംഹ വക്കീലിൻ്റെ തറവാട്ടിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. പുറത്തു പോയിട്ട് മടങ്ങി വന്ന നവീൻ സ്വീകരണ മുറിയിൽ വളരെ ശാന്തമായിരിക്കുന്ന മുത്തശ്ശിനെ കണ്ടത്. നവീനെ കണ്ടപ്പോൾ നരസിംഹ വക്കീൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ നവീനെ, ഇനിയിപ്പോൾ ഒരു കാര്യത്തിന് സങ്കടപ്പെടുന്നു വേണ്ട കേട്ടോ. നവീൻ ഒന്ന് ഞെട്ടിച്ചുളിച്ചു. അതെന്താ മുത്തശ്ശ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞേ? അല്ല, നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളെല്ലാവരും അതിന് എതിര് നിൽക്കുന്നു എന്നാണല്ലോ നീ വിചാരിച്ചത്. പ്രത്യേകിച്ച് നിന്റെ അമ്മ എതിര് നിൽക്കുന്നത് കൊണ്ടല്ലേ നീ ഇത്രയും നാൾ വിഷമിച്ചത്. നവീൻ ഒരു ചിരിയോട് കൂടെ പറഞ്ഞു, മുത്തശ്ശ അതൊന്നും സാരമില്ല. എനിക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല. ദേ, അമ്മക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാനും പോകുന്നില്ല. അത് ഞാൻ മുമ്പേ തീരുമാനിച്ചതാ. നവീൻ്റെ ഉള്ളിൽ താൻ വളരെ ബുദ്ധിപരമായി തന്നെ കളിച്ച ഒരു കളിയുടെ ആശ്വാസമായിരുന്നു. അമ്മ സമ്മതിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു നാടകം കളിച്ചത്. പക്ഷേ മുത്തശ്ശൻ്റെ അടുത്ത വാക്കുകൾ അവനിൽ വലിയൊരു ബോംബ് വീഴ്ത്തിയതുപോലെ തോന്നി. എടാ,
ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. നിന്റെ അമ്മ കല്യാണത്തിന് സമ്മതിച്ചു. നവീൻ്റെ മുഖത്ത് ചിരി അങ്ങ് മാഞ്ഞു. കണ്ണുകളൊക്കെ വിടർന്നു. അമ്മ സമ്മതിച്ചിരുന്നോ? അവൻ ഒരു ഷോക്കോട് ചോദിച്ചു. അതേടാ, ഞങ്ങൾ ഇന്ന് തന്നെ നന്ദുവിൻ്റെ വീട്ടിൽ പോവുകയും ചെയ്തു. കനകദുർഗയുമായും ഗോവിന്ദനുമായിട്ടൊക്കെ സംസാരിച്ചു. കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. ഈ വരുന്ന ചിങ്ങത്തിൽ നിങ്ങളുടെ കല്യാണം നടത്താമെന്ന് വാക്ക് കൊടുത്തിട്ടാ ഞങ്ങൾ പോകുന്നത്. നവീന് തൻ്റെ കാതുകളെങ്ങ് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അല്ല മുത്തശ്ശ, ഇതാരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഇവിടെ പോയത്? അവൻ വിക്കി ചോദിച്ചു. നരസിംഹ വക്കീൽ ഗൗരവത്തിൽ പറഞ്ഞു. ഇതാ ഇപ്പം നന്നായത്. നിനക്ക് അവളെ മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ട് നീ അവിടെ പോയിട്ട് ആലോചന നടത്തിയതല്ലേ? സ്വന്തം ഇഷ്ടത്തിന് പെണ്ണാലോചിച്ചതല്ലേ? എന്നിട്ട് പത്മ അങ്ങോട്ടേക്ക് നേരിട്ട് വന്ന് ഇറങ്ങി. അവൾ വന്ന് പറഞ്ഞു, എനിക്ക് തോന്നി ഇനിയിപ്പോൾ വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന്. എനിക്ക് ശരിക്കും ആണായിട്ടും പെണ്ണായിട്ടും ഇവൻ ഒറ്റൊരുത്തനല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് ഞാൻ അങ്ങോട്ടേക്ക് വിട്ടുകൊടുക്കുക. എന്താണെങ്കിലും അവൻ്റെ കല്യാണം നടന്നത് ഞാൻ ഒത്തിരിയധികം ആഗ്രഹിക്കുന്നുണ്ട്. വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല. അപ്പം പിന്നെ അവൻ്റെ ഇഷ്ടം തന്നെയാണ് എൻ്റെയും ഇഷ്ടം. ഞാൻ ഇതിൽ കൂടുതലൊന്നും നോക്കുന്നില്ല എന്ന് പറയും. നവീൻ തലയിൽ കൈവച്ചു പോയി. അത് പിന്നെ മുത്തശ്ശ, അമ്മ അപ്പോൾ വേണ്ട, ഇനി നീ കൂടുതലൊന്നും പറയണ്ട. ഇനിയിപ്പോൾ നിനക്ക് സന്തോഷവും സമാധാനമായല്ലോ. അമ്മ തടസ്സം പറയുമെന്നോർത്ത് നീ എൻ്റെ മോന് വെറുതെ കല്യാണം കഴിക്കാതിരിക്കണ്ട. നീ പോയി കല്യാണത്തിലെ ഒരുക്കങ്ങളൊക്കെ നോക്കിക്കോ. നരസിംഹ വക്കീൽ എഴുന്നേറ്റങ്ങകത്തേക്ക് പോയി. നവീൻ അവിടെ തന്നെ അങ്ങ് തറഞ്ഞു നിന്ന് പോവാണ്. അവൻ്റെ ഉള്ളിൽ കൊടുങ്കാറ്റ് വീശുന്നുണ്ടായിരുന്നു. എൻ്റെ ദേവി, ഞാൻ എന്താ ഈ ചെയ്തത്? അവനിങ്ങനെ മനസ്സ് ചോദിച്ചു. നന്ദുവിനെയും അനിയെയും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു താന്. അതിനിടയിലാണ് സ്വന്തം ബുദ്ധിയിൽ ഇങ്ങനൊരു വയ്യാവേലി എടുത്തു ചാടി വെച്ചത്. ഏത് ദുർമുഹൂർത്തത്തിലാണോ നന്ദുവിൻ്റെ വീട്ടിലേക്ക് പെണ്ണ് ആലോചിച്ചു കൊണ്ട് ചെല്ലാൻ തോന്നിയത്? അത് ഇത്ര വലിയ പ്രശ്നമായി മാറുമെന്ന് നവീൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഇനിയിപ്പോൾ നന്ദുവിൻ്റെ മനസ്സിൽ അനിയാണെന്നും അനിയുടെ മനസ്സിൽ നന്ദുവാണെന്നും ഇവരറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതും പോരാഞ്ഞിട്ട് എല്ലാവരുടെയും വിചാരം ഞാൻ ഇപ്പോഴും നന്ദുവിൻ്റെ പിന്നാലെ ഭ്രാന്ത് പിടിച്ച് നടക്കുവാണെന്നാണല്ലോ. എൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഇവർക്കാർക്കും അറിയുന്നില്ലല്ലോ. ഞാൻ ആകെപ്പാടെ പെട്ടുപോയില്ലോ ഭഗവാനെ. നവീൻ വല്ലാത്ത കുരുക്കിൽപ്പെട്ടൊരവസ്ഥയിലായിരുന്നു. ഇതേ സമയം കനകദുർഗ ഫോണിലൂടെ അനിയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. നവീൻ്റെ മുത്തശ്ശനും അമ്മയും നേരിട്ട് വന്ന് പെണ്ണ് ആലോചിച്ച കാര്യം, ആ ഒരു ചിങ്ങത്തിൽ കല്യാണം ഉറപ്പിച്ച കാര്യം അവർ നയനയെ അറിയിച്ചു. എന്നിട്ട് അച്ഛനും അമ്മയും എന്തു പറഞ്ഞു എന്ന് നയന ആകാംക്ഷയോട് ചോദിക്കുക. എന്തു പറയാനാ മോളെ, ഞങ്ങൾക്ക് ഇരട്ടി സന്തോഷമല്ലേ. ഈ ചിങ്ങത്തിൽ തന്നെ കല്യാണം നടക്കുമെന്ന് അവർ പറയുന്നത്. കല്യാണത്തിലെ ഒരുക്കങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങണം. കനകദുർഗയുടെ വാക്കുകളിൽ അഹങ്കാരം തുളുമ്പി നിന്നു. നയന കുറച്ചു നേരം മൗനമായി നിന്നു. പിന്നെ ചോദിച്ചു, അല്ലമ്മേ, അതിന് നന്ദു സമ്മതിച്ചോ? അവളെന്തു പറഞ്ഞു? അവളൊന്നും പറഞ്ഞിട്ടില്ല. മുഖം വീർപ്പിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇപ്പം കല്യാണം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട്. അവളുടെ ഒരു കോപ്പിന് ഇഷ്ടം. കനകദുർഗ പുച്ഛിച്ചു. അമ്മേ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? അവളുടെ മനസ്സ് എന്താണെന്ന് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞിട്ട് പോരെ? ഇതൊക്കെ വെറുതെ എടുത്ത് ചാടിയിട്ടൊരു തീരുമാനം എടുക്കണോ എന്ന് നയന അനിയെ ഓർത്തുകൊണ്ട് തന്നെ സങ്കടത്തോട് ചോദിച്ചു. ഉടനെ തന്നെ കനകദുർഗയുടെ സ്വരം മാറി. ദേ മോളെ, നീ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നന്ദുവിൻ്റെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടക്കും. അവൾ എന്താണെങ്കിലും ആ അനന്തപുരിയിലേക്ക് ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവളും നവീനുമായിട്ടുള്ള വിവാഹം നടക്കണം. അത് എത്രയും പെട്ടെന്ന് തന്നെ നടന്നിരിക്കും. ഇത്രയും പറഞ്ഞ കനകദുർഗ ദേഷ്യത്തിലങ്ങ് കോള് കട്ടിയാണ്. നയന നിരാശയോടുകൂടെ ഫോണിലേക്ക് നോക്കി. അരികിൽ വന്ന ആദർശിനോട് അവൾ കാര്യങ്ങളെല്ലാം തന്നെ വിവരിച്ചു. ആദർശിൻ്റെ മുഖത്തും വലിയ ആശങ്ക പടർന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആദർശേട്ട? എനിക്കറിയില്ല. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും നിൽക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ പോകുന്നതൊക്കെ ആര് കണ്ടു? നയന സങ്കടത്തോടെ പറഞ്ഞു. എങ്ങാനും നന്ദുവും നവീനുമായിട്ടുള്ള ആ ഒരു വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അനിയുടെ കാര്യം എന്തായിരിക്കും? അനി പിന്നെ വേറൊരു കല്യാണം പോലും കഴിക്കില്ല ആദർശേട്ടാ. ആദർശും അതിനെപ്പറ്റി ചിന്തിച്ചു. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് നവീനെ പോയിട്ടൊന്ന് കണ്ട് സംസാരിച്ചാലോ? നയന സമ്മതിച്ചു. അതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം? നവീനെ കണ്ട് നവ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞത്. എന്നിട്ടും അവൻ പിന്മാറിയില്ലല്ലോ. ഇനിയിപ്പം നമ്മൾ പോയി കണ്ട് സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ എന്ത് വിചാരിക്കും? അതൊക്കെ ഓർത്തപ്പോൾ നയനക്കും ആദർശനും വല്ലാത്ത ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണെന്ന് അവർക്ക് മനസ്സിലായി. ഇതേ സമയം നഗരത്തിലെ ഒരു കോഫി ഹൗസിലാണെങ്കിൽ മഴവെള്ളം ഇങ്ങനെ ഒലിച്ചു നിൽക്കുന്ന നന്ദു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുന്നിലെ കാപ്പിയിൽ നിന്ന് ആവി പറക്കുന്ന ഏറെ നേരമായിരുന്നു. അവളുടെ കണ്ണൊക്കെ ഇങ്ങനെ ചുവന്ന് കലകിയിരുന്നു. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് അനി വരുന്നത്. നന്ദുവിനെ കണ്ടപ്പോൾ അവൻ വേഗം തന്നെ അവളുടെ അടുത്തേക്ക് വന്ന് കസേരങ്ങ് വലിച്ചിട്ടു. അവളുടെ മുഖത്ത് ആ ഒരു കരഞ്ഞ മുഖം തന്നെ കണ്ടപ്പോൾ അനിയുടെ ചങ്കൊന്ന് പിടിഞ്ഞു. എന്താടി, നീ എന്തിനാണ് അത്യാവശ്യമായിട്ട് എന്നെ കാണാനെന്ന് പറഞ്ഞത്? നീ എന്തിനെങ്ങനെ കരയുന്നത്? അനി വെപ്രാളത്തോട് ചോദിച്ചു. നന്ദു ഒരു നിമിഷം അവനെ നോക്കി. അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീരങ്ങ് അടർന്നു വീണു. അനി, ഇന്ന് നവീനേട്ടൻ്റെ മുത്തശ്ശനും അമ്മയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അനി അങ്ങ് ഞെട്ടിച്ചുളിച്ചു. വീട്ടിൽ എന്തിന്? ഓ, കല്യാണത്തിന് താല്പര്യമില്ല എന്നാ പറയാൻ വേണ്ടി വന്നതായിരിക്കുമല്ലേ? അതാണോ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എടാ, അവിടെ നിനക്ക് തെറ്റുപറ്റി അവിടെ. നന്ദു വിതുമ്പലോട് പറഞ്ഞു. നവീനേട്ടൻ്റെ അമ്മക്ക് ഈ വിവാഹം നടത്താനായിട്ട് താല്പര്യമുണ്ടെന്നാ പറഞ്ഞത്. ഒരു നിമിഷം അനി ഒന്ന് ഞെട്ടി എഴുന്നേറ്റ് പോയി. നീ എന്തൊക്കെ ഈ പറയുന്നത് നന്ദു? അതെങ്ങനെ ശരിയാവും? ആൻറ്റിക്കൊന്നും ഈ കല്യാണത്തിനോട് ഒട്ടും തന്നെ ഇഷ്ടമില്ലെന്ന് അവർ ഇത്രയും കാലം പറഞ്ഞിരുന്നല്ലോ.
അതൊക്കെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ നവീനേട്ടൻ്റെ ഇഷ്ടത്തിന് അവർ വില കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. നവീനേട്ടൻ്റെ അപ്പുറം അവർക്കിനി ഒന്നുമില്ലെന്നാ. അതുകൊണ്ട് ഈ വരുന്ന ചിങ്ങത്തിൽ തന്നെ കല്യാണം നടത്തണമെന്നാ അവർ പറയുന്നത്. നന്ദുവിൻ്റെ വാക്കുകളങ്ങ് മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അനി. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അവർ ഉറപ്പിച്ചു കഴിഞ്ഞു ഈ കല്യാണം. ഇത് കേട്ട് അനിയുടെ ആ ഒരു ഫ്യൂസ് അങ്ങ് പോയതുപോലെയായി. അവൻ കസേരയിലങ്ങ് തളർന്നിരുന്നു. ചുറ്റുമുള്ളതെല്ലാം തന്നെ അവൻ കാണുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ശൂന്യത അവനെ പൊതിഞ്ഞു നിൽക്കി. നീ എന്നിട്ട് അവരോട് എന്ത് പറഞ്ഞു? അനി ചോദിച്ചു. ഞാനെന്ത് പറയാനാ അനി? നന്ദു നിസ്സഹായതയോടെ കൂടെ കൈകൾ കൂപ്പി. എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അവിടെ? അവർ എത്ര കാര്യത്തോടു കൂടിയിട്ടാണ് എന്നോട് വന്ന് സംസാരിക്കുന്നത്. ഞാൻ അവരോട് നവീനേട്ടനെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? അതുമാത്രമല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്ത് കരുതും? അവർക്ക് മനസ്സിലാവില്ലേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നീയാന്നുള്ള കാര്യങ്ങളൊക്കെ? പിന്നെ ആ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും എനിക്കറിയില്ല. അനി തലക്ക് കൈ കൊടുത്ത് നിന്നു. എടി, അപ്പോൾ എല്ലാം കൂടി അങ്ങ് പണിയാണോ? പണിയാന്ന് തന്നെയാ അനി. നന്ദു മുഖം പൊത്തിക്കൊണ്ട് കരഞ്ഞു. പെട്ടെന്ന് തന്നെ അനി ഒരു തീരുമാനമെടുത്തതുപോലെ മുഖമുയർത്തി. ഒരു കാര്യം ചെയ്താലോ? ഞാൻ നേരിട്ട് പോയി നവീനോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ? എൻ്റെ മനസ്സിൽ നീയാണെന്നും നമ്മൾ രണ്ടുപേരും ഇഷ്ടത്തിനാണുള്ള കാര്യങ്ങളൊക്കെ നവീൻ അങ്ങ് അറിയിച്ചാലോ? നന്ദു ഭയത്തോടു കൂടെ അവനെ നോക്കി. എടി, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത്? അനി വീണ്ടും ചോദിച്ചു. എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? അല്ലാതെ എന്ത് ചെയ്യാനാ നമ്മൾ? ഇതിപ്പോൾ ചിങ്ങത്തിൽ കല്യാണം നടക്കും, അതിനു മുൻപ് തന്നെ എങ്ങാനും നിശ്ചയം നടക്കുമെന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നിനക്ക് എതിർക്കാനെന്നാ പറ്റില്ലല്ലോ. അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് നിനക്കൊന്നും എതിർക്കാൻ പറ്റില്ലല്ലോ. നന്ദു കണ്ണുനീര് തുടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കിനി ഒറ്റ പ്രതീക്ഷയുള്ളൂ അനി. നവീനേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അതാണ് ഏക വഴി. നമ്മൾ പറയുന്നത് നവീനേട്ടൻ മനസ്സിലാക്കാതിരിക്കില്ലല്ലോ. നന്ദു ദീർഘശ്വാസം എടുത്തു. എനിക്കറിയില്ല നന്ദു, എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ആകപ്പാടെ വല്ലാത്ത കുരിശായി പോയല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഒരു നിവൃത്തിയുമില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടുകാരുടെ മുന്നിൽ വെച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് തുറന്നു പറയാം. അല്ലാതെ ഇനി വേറെ വഴിയൊന്നുമില്ല. അതെല്ലാം കേട്ടപ്പോൾ നന്ദു സമ്മതിച്ചു. അതേ അനി, ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ കള്ളം പറഞ്ഞ് മുന്നോട്ട് പോകാനൊന്നും നമുക്ക് പറ്റില്ല. അവർ പരസ്പരം നോക്കി. ആ നോട്ടത്തിൽ ഭയവും സങ്കടവും മാത്രമല്ല, പരസ്പരം നഷ്ടപ്പെടുമോ എന്ന തീവ്രമായിട്ടുള്ള വേദനയും ഉണ്ടായിരുന്നു. ഇതേ സമയം നരസിംഹ വക്കീൽ അനിയുടെ കുടുംബത്തിലെ കാരണവരായ മൂർത്തി മുത്തശ്ശനെ വിളിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് വക്കീൽ നവീൻ്റെയും നന്ദുവിൻ്റെയും ആ ഒരു കല്യാണം ഉറപ്പിച്ച കാര്യം മൂർത്തി മുത്തശ്ശനോട് പറഞ്ഞത്. ഫോണിലൂടെ വക്കീലിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മൂർത്തി മുത്തശ്ശൻ്റെ മുഖത്ത് ചോര വാർന്നു പോകുന്നത് പോലെ തോന്നി. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. വക്കീലിനോട് വളരെ പാടുപെട്ട് കുറച്ച് വാക്കുകൾ മാത്രം പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചു. കസേരയിലേക്ക് അങ്ങ് ചാരിയിരുന്ന് മുത്തശ്ശൻ കണ്ണടച്ചു. അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി ആ നിമിഷം. കാരണം അനി തന്നോട് പറഞ്ഞിട്ടുള്ളതാണ് നന്ദുവിനെ മാത്രമേ അവൻ വിവാഹം കഴിക്കത്തുള്ളൂ എന്ന്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു വാർത്ത വന്നിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ മുത്തശ്ശൻ ആകെ കയറുന്ന വിയർക്കാണ്. നന്ദുവിൻ്റെയും നവീൻ്റെയും ഈ ഒരു വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയുടെ ജീവിതം ഇനി ആകെ തകർന്നു പോവും. അവനത് താങ്ങാൻ കഴിയില്ല. പക്ഷേ മറുവശത്ത് നവീനും അദ്ദേഹത്തിന് അത്രമാത്രം പ്രിയപ്പെട്ടതാണ്. നവീന് വന്ന ഒരു നല്ലൊരു ആലോചനയാണിത്. അത് വേണ്ടെന്ന് പറയാനും പറ്റാത്തൊരു ഭീകരമായ അവസ്ഥയിലായിരുന്നു മുത്തശ്ശൻ. ഒരു ഭാഗത്ത് സ്വന്തം കൊച്ചുമകൻ ജീവന് തുല്യം പ്രണയിക്കുന്ന നന്ദു, മറുഭാഗത്ത് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു കുടുംബത്തിൻ്റെ സന്തോഷം. എന്ത് തീരുമാനമെടുക്കുമെന്നറിയാതെ ആ മുത്തശ്ശൻ ആകെ നീറിപ്പോകുകയാണ്. അങ്ങനെ വരാനിരിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ സൂചനകൾ എല്ലാവരുടെയും ജീവിതത്തിന് മുകളിൽ ഇരുണ്ട ഒരു മേഘങ്ങളായി ഇങ്ങനെ ഇരുണ്ടുകൂടിയിരുന്നു. ഇനി എന്ത് സംഭവിക്കും? കാലം കാത്തുവെച്ചിരിക്കുന്ന ആ ഒരു ഉത്തരങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.